എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ, ഇന്നത്തെ വീഡിയോയില് 2-3 ദിവസമായിട്ട് നടക്കുന്ന വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ള കേരള സ്റ്റോറി 2 എന്ന ഫിലിമിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് അതിന്റെ ട്രെയിലർ പുറത്ത് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെ, ഈ ട്രെയിലറാണ്. ഇപ്പൊ നമ്മൾ അതിനു മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു, അതായത് എന്റെ ആദ്യത്തെ ഭാഗം 2023 ഇറങ്ങിയാണ്. അന്ന് ഇതിനെപ്പറ്റി വളരെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതായത് ബേസിക്കലി കേരളത്തിലെ ഹിന്ദു സ്ത്രീകളെ മറ്റുള്ള മതസമുദായക്കാർ, പ്രത്യേകിച്ച് മുസ്ലിംസ് എങ്ങനെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ട്രിക്കിൽ കൂടെ വിവാഹം കഴിച്ച് അവരെ മതം മാറ്റുന്നു എന്നതിനെ പറ്റിയായിരുന്നു അതൊത്തിരി കോൺട്രവേഴ്സി ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ ഫിലിം നന്നായിട്ട് അതിന്റെ കോൺട്രവേഴ്സി ഉണ്ടാണോ അറിയത്തില്ല. അത് അതിന്റെ തീമിന്റെ പ്രത്യേകത കൊണ്ടാണോ അത് ബോക്സ് ഓഫീസിൽ നല്ല വിജയമായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിന് കുറച്ച് അവാർഡുകളും ഒക്കെ കിട്ടിയായിരുന്നു. മനസ്സിലായി. അപ്പൊ അതിനുശേഷമാണ് ഇപ്പം ഈ പുതിയ 2 കേരള സ്റ്റോറി 2-ന്റെ ട്രെയിലർ ഇറങ്ങിയത്. അപ്പൊ അതിനകത്തെ ഒരു പ്രത്യേക ട്രെയിലറിലെ ഒരു പ്രത്യേക ഭാഗമാണ്. അതായത് ഒരു ഹിന്ദു പെൺകുട്ടിയെ ഇതൊന്ന് വിവാഹം കഴിച്ചതിന് ശേഷം അതിനെ കൺവേർട്ട് ചെയ്തതിനു ശേഷം ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു സീനാണ് ഇപ്പം കോൺട്രവേഴ്സിയിലായിരിക്കും. അപ്പം ഈ കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത് ബിയോണ്ട് കേരള എന്നാ പറയുന്നത്. കേരളത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള മൂവി അല്ലെന്ന് അവർ പറയുന്നു. നമുക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡയറക്ടർ അതിന്റെ പ്രൊഡ്യൂസർ, രണ്ടിന്റെ പ്രൊഡ്യൂസർ ഇതുമെല്ലാം ഡിഫറെന്റ് ആണ് ആക്ച്വലി. അതിന്റെ സീക്വൽ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ അപ്പം ഇത് പിന്നെ കേരളത്തിലെ ആൾക്കാരെ, കേരളത്തിലെ ജനങ്ങളെ പൊതുവെ, അതായത് ഈ മൂവി എന്തായാലും ഒരു BJP അല്ലെ സംഘ് പരിവാറിന്റെ ഒരു തീം, അവരുടെ ഒരു തീമാണ് ആക്ച്വലി ഇത് കാണിക്കുന്നത്, സഹിക്കുന്നത്. അപ്പൊ അത് ഇപ്പം ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ചോദിക്കും, ഇത് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ആണോ അത് BJP സ്പോൺസർ ചെയ്താണോ സംശയം. കാര്യം അതിന്റെ ഏറ്റവും വലിയൊരു കാരണം BJPയുടെ ചീഫ് ഒരു മൂവിയൊക്കെ എന്തിനാണ് ഇങ്ങനെ എൻഡോഴ്സ് ചെയ്യുന്നത് അല്ലെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോ. ഒരു BJPയുടെ ഒരു സ്റ്റേറ്റ് ചീഫ് ചന്ദ്രസ് അതിനെപ്പറ്റി ഭയങ്കര വാചാലമായിട്ട് തന്നെ എൻഡോഴ്സ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുകയും അതിന്റെ എതിരായിട്ട് പറയുന്നവരെ പിന്നെ അതിനെ അഗൻസ്റ്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവസാനം നമുക്ക് തോന്നുന്നത് BJP സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണോ എന്ന് വരെ തോന്നിപ്പോ ഇല്ലേ. അപ്പം അതാണ് ആ മൂവിയുടെ ഒരു പ്രത്യേകത. ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് ബോക്സ് ഓഫീസ് വേവിക്കാൻ വേണ്ടിയാണോ അതോ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 2 മൂവികൾ ഇറങ്ങിയത് 2023 കേരള സ്റ്റോറി ആദ്യത്തെ ഭാഗം ഇറങ്ങിയത്, ആദ്യത്തെ വേർഷൻ ഇറങ്ങിയത് അന്നത്തെ ലോക്സഭ ഇലക്ഷൻ മുമ്പാണ്. രണ്ടാമത്തേത് ഇപ്പൊ ഇറങ്ങിയത് ഇപ്പൊ അവിടെ വരുന്ന അസംബ്ലി ഇലക്ഷൻ മുമ്പാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു ഒരു പോളറൈസേഷൻ നടത്തുക, എന്നിട്ട് അതിനകത്തൂടെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ കേരളത്തിൽ വരുത്തുക. അതായത് കേരളത്തിലെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ഇത്, അതായത് ഭൂരിപക്ഷം ആവുമെന്നും ഹിന്ദുസ് അല്ലെ മറ്റുള്ളവരെല്ലാം മൈനോറിറ്റി ആയി പോകുന്നുള്ള ഒരു ഫീൽ സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്തൂടെ അവർ ഇത് ചെയ്യാന്ന് ട്രൈ ചെയ്യുന്നത്. മനസ്സിലായില്ല. പക്ഷെ അപ്പൊ ഈ ഒരു കേരളത്തിൽ ഇപ്പൊ ആദ്യത്തെ തവണ കേരളത്തെ മാത്രം ശ്രദ്ധിച്ച്, രണ്ടാമത്തേത് അവർ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റു സ്റ്റേറ്റുകളിലുമുള്ള ഇതുപോലുള്ള ലവ് ജിഹാദ് മൂലം ഹിന്ദുസ് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൺവേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെ വിമർശിച്ച് അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉള്ളൊരു ശ്രമമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്റ്റോറി 2 എന്നിട്ട് മനസ്സിലായത് കേരളത്തെ മാത്രം വിജയിക്കാനല്ലോ. അപ്പൊ അത് ഒരിക്കലും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു റീസൺ, അതായത് കേരളം എന്ന് പറയുന്നത് മറ്റുള്ള ചില സ്റ്റേറ്റുകളെ പോലെ തന്നെ BJPക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയി വരുന്നു. ഇപ്പം ഈ എന്താ പറയുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ ഇലക്ഷൻ കിട്ടിയപ്പോ അവർക്ക് ഈ ഇലക്ഷനിലെ അപ്കമിങ് നിയമസഭാ ഇലക്ഷനിൽ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ അതിനെ ആക്കം കൂട്ടാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണോ? പിന്നെ എനിക്ക് തോന്നി കേരളത്തിൽ ഇത് എത്രമാത്രം വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബീഫ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കേരളത്തിലെ എനിക്ക് തോന്നുന്നത് എല്ലാ ആൾക്കാരും ഹിന്ദുസിലെ അപ്പർ കാസ്റ്റ് പോലും കഴിക്കുന്ന ഒരു സംഭവമാണ്. അത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ അത് ചെല്ലുമ്പോഴത്തേക്ക് അത്
ഭയങ്കരമായ ഒരു ഇതായിരിക്കും. അപ്പൊ അവരുടെ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ചിലപ്പം ബെനിഫിറ്റ് ഉണ്ടാവും. കേരളത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇതിനകത്തൊരു ഇരട്ടത്താപ്പ് വേറൊരു കാര്യം നോക്കി. ഇപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ആൾക്കാരെ ഇപ്പം സംസാരിക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം, ശരിയാണ്. പക്ഷെ അപ്പം നമ്മൾ ചോദിക്കും, വേറെ ഇപ്പം ബീഫ് എന്ന് പറയുന്ന ഒരു മൂവി മലയാളത്തിൽ ഇറങ്ങി അതിനെ ഒത്തിരി കട്ടുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ എമ്പുരാനി നമുക്കറിയാം, ചില സീനുകളിലെ കട്ട് ചെയ്യുകയും അതുപോലെ ചില കഥാപാത്രങ്ങളുടെ പേര് മാറ്റുകയൊക്കെ ചെയ്യും. റിയൽ ലൈഫില് സാമ്യമുള്ളത്, സെയിം പേര് പോലെ അല്ല, ഗ്രാമ്യമുള്ള പേരാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സെൻസർ ബോർഡ് എന്തുകൊണ്ട് ഒരു കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെയും അതിനത്തെ ജനങ്ങളെ, ഇതൊരു ഡോക്യുമെന്ററിയാണ്, മനസ്സിലായില്ലേ, ഇത് ഫിക്ഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവർ പറയുന്ന ഇത് ഇവിടെ ഉണ്ടാവുന്ന അനീതിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമകൾക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ അത് ഡോക്യുമെന്ററി ആണോ ഫീച്ചർ ആണോ രണ്ടും കൂടെ കലർന്നതാണോ എന്നറിയില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളം എന്നുള്ള സംസ്ഥാനത്തെ അവിടുത്തെ ജനങ്ങളെ ഒരേപോലെ അവമാനിക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയായിട്ട് നമുക്ക് തോന്നും, ഇല്ലേ? അപ്പൊ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പം മറ്റേ ഒരു വശത്ത് ഒരു നീതി, വേറൊരു വശത്ത് വേറൊരു നീതി എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇത് ചെയ്യുന്നെന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടാകും, ഇല്ലേ? ഇത് ശരിക്കും നല്ല സത്യമുള്ള കാര്യമല്ല. അതാണ് ഒരു ചോദ്യം. ഇപ്പം ഇതിനെ ഈ പടത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ BJP സപ്പോർട്ടേഴ്സ് ആണ്, BJP പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിന് യാതൊരു സംശയവുമില്ല, അവരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ CPM തന്നെ ഫോർ എക്സാമ്പിള് പിണറായി വിജയൻ ഇതിനകത്ത് എക്സില് ഒരു ഇത് എഴുതി. കോൺഗ്രസ് മാത്രം ഒരുതരം പിടികിടാത്ത രീതിയിൽ ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ എന്താ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ. കോൺഗ്രസ് ആസ് എ ഹോൾ ഇതിനെപ്പറ്റി കാര്യമായ ഒരു ഇത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതിന് ഹിന്ദു വോട്ടുകൾ പോകുന്നുള്ള ഇത് വെച്ചിട്ടാണോ എനിക്കറിയത്തില്ല എന്താണ് അതിന്റെ ഒരു അത്. പക്ഷെ പൊതുവെ ഏതായാലും അതിനെ ആരും സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതിനെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പൊതുവെ നോക്കിക്കഴിഞ്ഞാല് ഇവര് മാത്രമാണ് ഇതിനെ സപ്പോർട്ട് ഇതിനെ എൻഡോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് നല്ലതാണ്, ഇത് ആവശ്യമാണ്, ആണെന്ന് ഇത് കാണണം എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നു. അപ്പം ഞാനൊരു കാര്യം പറയാം, ഇത് സത്യമാണോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ കേരളത്തിലെ എനിക്ക് തോന്നുന്നില്ല ഈ ഒത്തിരി മേമുകളൊക്കെ വന്നു ഇതിനകത്ത്. അതായത് ഈ ബീഫിനെ ചുറ്റിപ്പറ്റിയുള്ളത്, ചിലപ്പം ബീഫ് കഴിക്കാനും പൊറോട്ട കൊടുക്കാനും ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ എന്താ പറയുന്നത്, കേരളത്തിൽ ആർക്കും ബീഫ് കൊടുക്കും. ഇപ്പം തന്നെ ഈ കേരളത്തിൽ ആർക്കും ബീഫ് നിർബന്ധിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ബീഫിന്റെ വില കേരളത്തിൽ ഇതിന് ശേഷം കൂടിയെന്നും ഒക്കെ പറയുന്ന തമാശകളായിട്ടുള്ള അതായത് ആ കൊച്ചിന് ബീഫിന്റെ കൂടെ പൊറോട്ട, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ കേരളത്തിൽ എന്താന്ന് ചോദിച്ചാല് കേരളത്തിലെ ഈ ഹിന്ദുസിനകത്തെ അപ്പർ കാസ്റ്റ് വരെ പിന്നെ ഈ ബീഫ് കഴിക്കുന്ന ആൾക്കാരാണ്. അതിവിടെ വലിയൊരു നിർബന്ധമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം കൗ മാത്രമല്ലല്ലോ, ഈ പിന്നെ പശുവിന്റെ ഇറച്ചി മാത്രമല്ലല്ലോ ബീഫ്. ഇവിടെ ബഫലോയും കാളയും ഒക്കെയാണ് ആക്ച്വലി ഇത് ബീഫ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ചുമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള ഒരു എതിർപ്പ് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. അപ്പം ബീഫ് എന്ന് പറയുമ്പോ ഇവരെ അത് പിന്നെ പശുവിന്റെ ഇറച്ചിയാണെന്ന് ആക്കി തീർത്തി അത് പിന്നെ ഇവിടെ നിഷിദ്ധമാണ്. ഇവിടെ കേരളത്തിൽ അതൊരു നോർമൽ ഇതാണ്. നമ്മള് പിന്നെ വെജിറ്റബിളും പിന്നെ ഫിഷും സീ ഫുഡും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുന്നതാണ്, ചിക്കനും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ. അത് ഈ അടുത്ത കാലത്താണ് ഇതിനെ പറ്റി ഇത്രമാത്രം രൂക്ഷമായ ഒരു എതിർപ്പൊക്കെ. പണ്ടൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും അത് അത്രമാത്രം വലിയൊരു വിഷയമാണെന്ന് എനിക്കറിയത്തില്ല. ആ വിഷയത്തിനെ പറ്റി നമ്മൾ പോകണ്ട. പക്ഷേ ഇതിന്റെ രസം എന്ന് വെച്ചാൽ ഇപ്പം ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ട്. അതായത് ഈ കേരളത്തെ അവമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മൂവി ഉണ്ടാക്കാൻ പോകുന്നതിന് ട്രെയിലർ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഹർജി കൊടുക്കുന്ന ഒരു നമ്പൂരിയാണ്. മനസ്സിലായില്ലേ? അതാണ് അതിന് ഏറ്റവും വലിയ ആവശ്യം. ഹൈക്കോടതി ഇപ്പം സെൻസർ ബോർഡിനും മറ്റു ചിലർക്കും പ്രൊഡ്യൂസേഴ്സും ഒക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാം എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇത് കേരളത്തെ മുഴുവൻ അവമാനിക്കുന്ന രീതിയിൽ കേരളത്തെ ഒറ്റപ്പെടുത്തുക. കാര്യം ഇതുകൊണ്ട് സംഭവിക്കുന്നത് വർഗീയ പോളറൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ BJPയുടെ ഒരു രീതി തന്നെ. അതാണല്ലോ എല്ലായിടത്തും പോളറൈസേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് ഹിന്ദുവിന്റെ ഏതോ അവർക്കെന്തോ ഇത് എന്താ പറയുക, അവർക്ക് ഒരു ഭീഷണിയുണ്ട് അല്ലെ എന്തുണ്ട് എന്ന് കാണിച്ചിട്ട് അവരെ കൺസോളിഡേറ്റ് ചെയ്യുക, അവരെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്.
അതിപ്പം ഈ ഹയർ കാസ്റ്റ് പിന്നെ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന നായർ അങ്ങനെയുള്ള സമുദായങ്ങള് ഓൾറെഡി കൺസോൾട്ടേറ്റഡ് ആണ്. അവരുടെയാണ് ഈ 10-15% ഇപ്പോൾ കിട്ടുന്നത്. അപ്പൊ അതിനുവേണ്ടി അതിൽ കൂടുതൽ മറ്റുള്ള ഹിന്ദുസിനെയും കൂടെ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശനെ ഒക്കെ. പക്ഷെ അവരുടെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ ഒന്നും ആൾക്കാരുണ്ടാകത്തില്ല. അവരുടെ കൂടുതലും CPM-നാണ് വോട്ട് പോകുന്നത്, അസ്വപ്നം. അപ്പൊ ഈ ബീഫിന്റെ കാര്യം പറഞ്ഞ ആ ഹിന്ദുസിനെ പിന്നെ ഇവരോട് കൂട്ടാമെന്ന് പറയുന്നത് ഒരു ഓപ്പോസിറ്റിലാണ്. കാര്യം അവർക്ക് ബീഫ് ആവശ്യമുള്ള കാര്യമാണ്. അത് ഇങ്ങനെ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബീഫ് ഇവിടെ ഇല്ലാതാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും വോട്ട് ചെയ്തില്ലെന്നതാണ് സത്യം. അല്ല, ഈ ഒരു വിഷയത്തിൽ അതിനകത്തില്ല. അതൊരു നാഷണൽ ലെവലിലാണ്. നാഷണൽ ലെവലിൽ ഈ ക്രിസ്ത്യൻസിനെ അനുസരിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിലും കേരളത്തെ പോലെ അത്രയും പെർസെന്റേജ് ഒന്നും അവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ അവരുടെ ഏറ്റവും വലിയ ത്രെട്ട് അല്ലെ ഫസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത് ത്രെട്ടായിട്ട് കണക്കാക്കപ്പെടുന്നത് മുസ്ലിംസ് ആണ്. അപ്പൊ ഇതിനകത്ത് മുസ്ലിംസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് നമ്മൾ ഒറ്റ ഭാഗം മാത്രമായിട്ട് പറയരുത് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഒരു ഫാക്ട് കൂടെ പറയാം. ഇതിനകത്ത് ഈ മറ്റുള്ള വശത്തും അതായത് മൈനോറിറ്റീസിന്റെ വശത്തും എസ്പെഷ്യലി ഇപ്പൊ പറയുന്നത് മുസ്ലിംസിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ അവരുടെ കാര്യം തന്നെ പറയാം. അവർക്കും ഇതിനകത്തൊരു പങ്കുണ്ട്. നമുക്കറിയാം ആലപ്പുഴ ഒരു കൊച്ചുകുഞ്ഞിനെ പറ്റി പിന്നെ മലരും കുന്തിരിക്കോ എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചതും അതുപോലെ തന്നെ ഈ ചില മുസ്ലിം സംഘടനകൾ ഇവിടെ ഇന്ത്യയിലെ ഇസ്ലാമിക് രാഷ്ട്രം കൊണ്ടുവരുമെന്നും അതിന്റെ ആദ്യപടി കേരളത്തിലാണ് തുടങ്ങുന്നത്. ബിക്കോസ് കേരളത്തിൽ ഓൾറെഡി 30% മുസ്ലിംസ് ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ ഹിന്ദുസിൽ നോക്കി ഹിന്ദുസ് 55% ഉണ്ടെങ്കിലും അതിനകത്ത് പല ഡിവിഷൻസ് ഉണ്ട്. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതാണ്. ഈവൻ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഇപ്പോഴുള്ള ഇപ്പം കാത്തോലിക്സ്, നോൺ കാത്തോലിക്സ്, ഓർത്തഡോക്സ്, ജാക്കോബൈറ്റ്സ്, മർത്തോമ എന്ന് പറയുന്ന ഡിവിഷൻ പോലും അവിടെ സുന്നി ഷിയ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കേരളത്തിലെ മുഴുവൻ എല്ലാം സുന്നി മുസ്ലിംസാണ്. അപ്പൊ ആ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ അതുപോലുള്ളൊരു ഏകീകരമായുള്ള ഒരു ഇത് ഈവൻ ഹിന്ദുസിന്റെ ഇടയിലില്ല. അതിനകത്ത് അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്, പിന്നെ ഈഴവരെ അങ്ങനെ കുറെ ഡിവിഷൻസ് വരുന്നുണ്ട്. അവർ തമ്മിലൊന്നും അത്രത്തെ പിന്നെ ഇതുണ്ടെന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊവോക്കായിട്ടുള്ള അവരുടെ ആശയങ്ങളെ അവരുടെ കുറെ വർത്തമാനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സമുദായങ്ങളെ എസ്പെഷ്യലി ഹിന്ദുസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതിനകത്ത് അതാണ് ഈ മോഹിക്കുന്നതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇതിനൊക്കെ അതിനൊരു കാരണമുണ്ട്. കാര്യം അവര് കേരളത്തെ ഒരു ഇന്നലെ നാളെ പിന്നെ ഒരു ഇസ്ലാം ഭൂരിപക്ഷമാകുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് ഒരു പാക്റ്റും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മള് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദുസ് ക്രിസ്ത്യൻസിലൊക്കെ ആണെങ്കിൽ അവരുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്ന അല്ലെ ബർത്ത് റേറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് നാഷണൽ ആവറേജിൽ ഒത്തിരി തവണ ആക്ച്വലി ഗ്രോത്ത് റേറ്റ് നെഗറ്റീവ് ആണ് ആക്ച്വലി പറഞ്ഞത്. പക്ഷേ മുസ്ലിംസിന്റെ വളരെ കൂടുതലാണ്, നാഷണൽ ആവറേജിൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ എനിക്കൊന്ന് ഒരു 10-25 വർഷം മുമ്പ് ഈ ക്രിസ്ത്യൻസിനേക്കാൾ കുറവായിരുന്നു മുസ്ലിംസ്. ഇപ്പൊ ക്രിസ്ത്യൻസ് ഒത്തിരി താഴെ പോവുകയും ചെയ്തു, മുസ്ലിംസ് കൂടുകയും ചെയ്തു. അതുപോലെ തന്നെ ഹിന്ദുസിന്റേതും അവരുടെയും ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് അവര് ഈ ഒരു ആശയം അല്ലെങ്കിൽ ഇതൊരു ഒബ്ജക്റ്റീവ് വെച്ച് വരുന്നത്. അത് ഇതിനകത്ത് കുറെ കാരണങ്ങളാവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് തിരിച്ചു പറയാനുള്ളത്, ഇപ്പം കഴിഞ്ഞ മൂവിയിൽ കേരള സ്റ്റോറി ഫസ്റ്റില് പറഞ്ഞ 32,000 പേരെ ഇവരെ അടുത്ത കാലത്ത് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്. അതൊരു അസത്യമാണ് ആക്ച്വലി, മനസ്സിലായില്ലേ? കാര്യം നമ്മുടെ ശശി തരൂര് പറഞ്ഞത്. ഇപ്പൊ ശശി തരൂര് പറയുമ്പം ഇപ്പം അടുത്ത കാലത്ത് ശശി തരൂര് BJPയെ മോഡിയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും സംസാരിച്ചപ്പം BJP സപ്പോർട്ടേഴ്സ് ഒക്കെ ഒത്തിരി അനുകൂലിച്ചിട്ടുണ്ട്. പുള്ളിയെ LOP ആക്കണമെന്ന് വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ കാര്യത്തില് പുള്ളി അവർക്ക് ചുമ്മാ പ്രതികരിക്കാൻ പറ്റത്തില്ല. അതും പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു രീതിയിൽ എടുക്കണം. അല്ല ചില കാര്യങ്ങൾ മാത്രം നല്ലതും ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ശശി തരൂർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ അസത്യമാണ് ഈ 32,000 എന്ന് പറയുന്ന നമ്പർ. മേ ബി ആദ്യം മുതൽ ഇന്ന് വരെ എടുത്താൽ ചിലപ്പോൾ 10-30 പേരായിട്ടുണ്ടാവും, മനസ്സിലല്ലേ? അപ്പൊ അത് ഈ ശശി തരൂർ പറയുന്നതിനോട് ഇവർ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ കാര്യമാണ്, ഇനി അഥവാ ഈ 32,000 പേര് തന്നെ എടുത്തോ കൺവേർട്ട് ചെയ്ത്, അതുകൊണ്ട് ഇവിടുത്തെ കേരള സംസ്ഥാനം മുസ്ലിം ഭൂരിപക്ഷമാവും? ഇല്ല, അതല്ല. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഈ പോപ്പുലേഷൻ ഗ്രോത്ത്, ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടാകുന്ന അവരെ ഈ മുസ്ലിംസിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കൂടുതലാകുന്നത് കൊണ്ടാണ്. അല്ലാതെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ലൗകികാതെ മൂലം പെൺകുട്ടികളെ കൊണ്ടുവന്ന് മതം മാറ്റത് കൊണ്ടൊന്നും ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകത്തൊന്നുമില്ല.
മറ്റേ രീതിയിലാവും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനെ മറ്റുള്ളവരും കൂടുതൽ ആൾക്കാരെ കൂടുതൽ പിന്നെ അവരും പോപ്പുലേഷൻ ചെയ്യണം. ഇപ്പൊ നമ്മള് മറ്റുള്ളവരത്തൊക്കെ അത് വളരെ കുറവായതുകൊണ്ട് കാണണം. അല്ലാതെ ഈ ലൗകിക പോലെ ഇവിടെ മുസ്ലിം ഭരണം എടുക്കുക അല്ലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു സത്യവും ഇല്ലാത്ത കാര്യമാണ്. 32,000 എന്ന് പറയുന്ന വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോകും. അപ്പൊ അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കാര്യം സത്യം ഉണ്ടാകുന്നത് ഇതിന് സംഭവിക്കുന്നത് വെച്ചാല് ഇത് കേരളത്തിലെ ജനങ്ങളെയും അപമാനിക്കുക, അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തുക. എന്നിട്ട് ഇപ്പൊ തന്നെ കേരളത്തെ പറ്റി പൊതുവെ മറ്റുള്ള സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ, നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകതര അവർ നമ്മള് ബീഫ് തിന്നവരാണ്, ഇവര് കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഇവര് മോഡിക്കെതിരായിട്ടുള്ളവരാണ്, മനസ്സിലായില്ലേ? ഇവരുടെ ഹിന്ദുസ് പോലും ഹിന്ദുയിസത്തെ സപ്പോർട്ട് ചെയ്യാത്തവരാണ്. അങ്ങനെ ഒത്തിരി അലിഗേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതൂടെ വരുമ്പോ എന്താ പറ്റുന്നത്? കേരളത്തെ വീണ്ടും ഇപ്പൊ നമ്മള് ഒരു മലയാളിയെ വേറെ സംസ്ഥാനത്തിൽ പോയി കാണുമ്പോൾ അവരോടുള്ള ഒരു മനോഭാവം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുക, രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, അവരെ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുക, ആ ഒരു മറ്റുള്ള ഓരോ സംസ്ഥാനങ്ങളിലെ ആൾക്കാരിലെ മതപരമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇതുപോലുള്ള മൂവികളെ കൊണ്ട് ഇത് ചെയ്യുന്നത്. ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള എത്രയോ കാര്യങ്ങള് ഇവിടെ നമ്മൾ പല കാര്യങ്ങളിലും ബുക്കുകള് ഇപ്പൊ തന്നെ ഈ ജനറൽ നവാഴയുടെ ബുക്ക് എന്താണ് പബ്ലിഷ് ചെയ്യാൻ അനുവദിക്കാഞ്ഞത്? അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, ഞാൻ പറയാം. അങ്ങനെ അതുപോലെ ഏതെല്ലാം ബുക്കുകൾ ഏതെല്ലാം രാജ്യങ്ങളിലെ ഓരോ കാര്യങ്ങൾ ബുക്കുകളെ മൂവീസൊക്കെ സെൻസർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഇത് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? അത് ഡിഫറെന്റ് ആണ് ആക്ച്വലി. ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, ഇതൊരു തരം പ്രൊപ്പഗണ്ടാണ്, ഫാബ്രിക്കേറ്റഡ് ആണ്. ഇതിന്റെ പുറകിൽ ഒരു അജണ്ട ആണ്. അതാണ് ഇതിനോട് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ ചിലപ്പോ എനിക്ക് അറിയത്തില്ല, ഇതിന് അഗൻസ്റ്റ് ആയിട്ട് ഒത്തിരി ആൾക്കാരെ നമ്മളെ ഇത് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കും. എനിവേ നോക്കാം, പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റും. Thank you so much for watching our video. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്കൽ നെക്സ്റ്റ് വീക്കിൽ വരുക. താങ്ക് യു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം,